ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി ഭയം ഭക്തി ബഹുമാനം. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി മൂവിയാണ് ഭയം ഭക്തി ബഹുമാനം. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് സിനിമ നേടിയത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ മോഹൻലാലിന്റെ മാസ് അതിഥിവേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. C5 ആണ് മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. ക്ഷയം നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് കളങ്കാവൽ. ജിദ്രി കെ ജോസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സർവം മായ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവം മായ. ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു കന്നഡ മൂവിയാണ് 45. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് 45. സംഗീത സംവിധായകൻ അർജുൻ ജന്യ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 45. ശിവ, രാജ്കുമാർ, ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സെക്കൻഡ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ജനുവരി മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്ര പരമ്പരയിലെ മൂന്നാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് ഗദ്ദ. മനോജ് ഖാനയാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. സുദേവ് വാര്യർ, ആശ ശരത്, ഉത്തര ശരത്, സുധീർ കരമന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു തെലുങ്ക് മൂവിയാണ് ചീക്കാട്ടിലോ. ഒരു ട്രൂ ക്രൈം സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചീക്കാട്ടിലോ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹീർ എക്സ്പ്രസ്. ഉമേഷ് ശുക്ല സംവിധാനം ചെയ്ത ഒരു ഫാമിലി കോമഡി ഡ്രാമ ഫിലിമാണ് ഹീർ എക്സ്പ്രസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദ ബ്ലഫ്. പ്രിയങ്ക ചോപ്രയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫ്രാങ്ക് ഇ ഫ്ലവേഴ്സ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ ബ്ലഫ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഫെബ്രുവരി 25 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഇക്കീസ്. അഗസ്ത്യ നന്ദ, സിമർ ഭാട്ടിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഇക്കീസ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 12 26 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ റിപ്പ്. ജോ കാർണഹാൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ റിപ്പ്. ജനുവരി 16 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ദ റിപ്പ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു ഹിന്ദി മൂവിയാണ് 120 ബഹാദൂർ. ഫർഹാൻ അക്തർ, റാഷി ഖന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റസനീഷ് റാസിക്കായ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ മൂവിയാണ് 120 ബഹാദൂർ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിപുപുരി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ്, നസറുദ്ദീൻ ഷാ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി 23 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്.
285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മസ്തി 4. മസ്തി ചലച്ചിത്ര പരമ്പരയിലെ 4ാമത്തെ ചിത്രമാണ് മസ്തി 4. മിലാപ് സവേരി സംവിധാനം ചെയ്ത മൂവിയാണ് മസ്തി 4. C5 ജനുവരി 16 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഗുരം പാപ്പി റെഡ്ഡി. മുരളി മനോഹർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം കോമഡി മൂവിയാണ് ഗുരം പാപ്പി റെഡ്ഡി. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് തസ്കരി. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് തസ്കരി. ഇമ്രാൻ ഹാഷിമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.